റിസി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പറയുന്ന കഥകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. പുതിയ വീഡിയോകൾ ആദ്യം കാണാൻ ബെല്ലൈക്കണം അമർത്തുക. ഇനി ഇന്നത്തെ കഥയിലേക്ക് പോവാം. ചില ബന്ധങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണ്, ചില ബന്ധങ്ങൾ ജീവിതം നമുക്കായി തിരഞ്ഞെടുക്കുന്നതും. പക്ഷെ രണ്ട് അപരിചിതരുടെ ജീവിതം ഒരു ഒപ്പിലൂടെ ഒന്നാകുമ്പോൾ അത് വെറും കരാറായി തുടരുമോ അല്ലെങ്കിൽ യഥാർത്ഥ പ്രണയമായി മാറുമോ? രാവിലെ 6 മണി. കൊച്ചിയിലെ രാജൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഹെഡ് ഓഫീസിന് മുന്നിൽ കറുത്ത നിറത്തിലുള്ള ഒരു ആഡംബര കാർ വന്ന് നിർത്തി. കാറിന്റെ വാതിൽ തുറന്നു. നേവി ബ്ലൂ ഷർട്ടും കറുത്ത കോട്ടും ധരിച്ചൊരു യുവാവ് പുറത്തേക്കിറങ്ങി. ആദിത്യ രാജൻ, പ്രായം 28. നഗരത്തിലെ ഏറ്റവും വിജയകരമായ യുവ ബിസിനസ്സുകാരിൽ ഒരാൾ. ജീവിതത്തിൽ വികാരങ്ങൾക്കല്ല തീരുമാനങ്ങൾക്കാണ് അദ്ദേഹം വില നൽകിയത്. ഓഫീസിലേക്ക് നടക്കുമ്പോൾ ജീവനക്കാർ ഓരോരുത്തരും എഴുന്നേറ്റ് നിന്നു. ഗുഡ് മോർണിംഗ് സർ. ആദിത്യ ചെറിയൊരു തലകുലുക്കം മാത്രം നൽകി. ക്യാബിനിൽ കയറി ലാപ്ടോപ്പ് തുറന്നപ്പോൾ സെക്രട്ടറി നന്ദിനി അകത്തേക്ക് വന്നു. സർ, ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ആശുപത്രിയിലേക്ക് പോകണമെന്ന് മാഡം വിളിച്ചിരുന്നു. ആദിത്യയുടെ മുഖം ഗൗരവമായി. ഡോക്ടർ എന്താണ് പറഞ്ഞത്? സർ, രാജശേഖർ സാറിന്റെ ആരോഗ്യനില പഴയതുപോലെയല്ല. ഒരു നിമിഷം മുറിയിൽ നിശബ്ദതയായിരുന്നു. ശരി, മീറ്റിംഗുകൾ കഴിഞ്ഞാൽ ഞാൻ പോകാം. അതേസമയം കൊച്ചിയുടെ മറുവശത്ത് ഒരു ചെറിയ വീട്ടിൽ അടുക്കളയിൽ നിന്ന് ചായയുടെ മണം ഉയരുന്നു. മീരേ, മോളെ, അമ്മ സുധ വിളിച്ചു. മുറിയിൽ നിന്നും ഒരു പെൺകുട്ടി പുറത്തു വന്നു. വെളുത്ത സൽവാറും നീല ദുപ്പട്ടയും. മുഖത്ത് മേക്കപ്പ് ഇല്ല, പക്ഷെ കണ്ണുകളിൽ ആത്മവിശ്വാസം. അവളാണ് മീര നായർ. വീട്ടിലെ എല്ലാ ഉത്തരവാദിത്തവും അവളുടെ തോളിലായിരുന്നു. അമ്മ, അച്ഛന് മരുന്ന് കൊടുത്തോ? കൊടുത്തു മോളെ, പക്ഷെ രാത്രി മുഴുവൻ ചുമയായിരുന്നു. മീര ഉടൻ അച്ഛന്റെ മുറിയിലേക്ക് നടന്നു. കട്ടിലിൽ കിടക്കുന്ന ശിവദാസിന്റെ മുഖം ക്ഷീണിച്ചിരുന്നു. അച്ഛാ, ഇന്ന് ആശുപത്രിയിലേക്ക് പോകാം. അദ്ദേഹം പുഞ്ചിരിച്ചു. മോളെ, ഇത്ര പണം എവിടെ നിന്നാണ്? മീര മറുപടി പറഞ്ഞില്ല. കാരണം ബാങ്കിൽ നിന്ന് വായ്പ നിഷേധിക്കപ്പെട്ടിരുന്നു. സ്വർണം പണയം വെച്ചു കഴിഞ്ഞിരുന്നു. സുഹൃത്തുക്കളോട് ചോദിച്ചിട്ടും പണം നൽകിയില്ല. എന്നിട്ടും അച്ഛന്റെ മുന്നിൽ അവൾ ചിരിച്ചു. പണം ഞാൻ കണ്ടുപിടിക്കും. ആ സമയത്ത് ആശുപത്രിയിൽ രാജശേഖറിന്റെ റിപ്പോർട്ട് നോക്കിക്കൊണ്ടിരുന്ന ഡോക്ടർ പറഞ്ഞു, മിസ്റ്റർ ആദിത്യ, മരുന്നുകൾ മാത്രം മതിയാകില്ല. അച്ഛന് വിശ്രമവും സന്തോഷവും വേണം. രാജശേഖർ പതുക്കെ മകന്റെ കൈ പിടിച്ചു. ആദിത്യ, എനിക്കൊരാഗ്രഹമേ ഉള്ളൂ. നിന്റെ വിവാഹം കാണണം. ആദിത്യയുടെ മുഖം മാറി. അച്ഛാ, ഇപ്പോൾ അതൊന്നും പറയണ്ട. ഇല്ല മോനെ, എന്റെ സമയം എത്ര ബാക്കിയുണ്ടെന്ന് എനിക്കറിയില്ല. നിന്നെ ഒറ്റയ്ക്ക് വിട്ടുപോകാൻ എനിക്ക് ഭയമാണ്. ആദിത്യ കണ്ണുകൾ താഴ്ത്തി. വിവാഹം, ആ വാക്ക് കേൾക്കുമ്പോൾ പോലും അവന് അസ്വസ്ഥതയായിരുന്നു. അതേസമയം മീര ആശുപത്രിയുടെ ബില്ലിംഗ് കൗണ്ടറിന് മുന്നിൽ നിൽക്കുന്നു. മാഡം, അഡ്വാൻസ് ഇല്ലാതെ അഡ്മിറ്റ് ചെയ്യാൻ കഴിയില്ല. ആ വാക്കുകൾ കേട്ടപ്പോൾ അവളുടെ കൈകൾ വിറച്ചു. പേഴ്സ് തുറന്നു. അകത്തൊന്നും ഉണ്ടായിരുന്നില്ല. വെറും 1850 രൂപ മാത്രം. ആശുപത്രിക്ക് വേണ്ടത് 4,80,000. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എന്നാൽ അവൾ കരഞ്ഞില്ല. ഒരു ദീർഘനിശ്വാസം വിട്ട് പുറത്തേക്ക് നടന്നു. ആശുപത്രിയുടെ പടിക്കെട്ടിലിരുന്ന് അവൾ ആകാശത്തേക്ക് നോക്കി. ദൈവമേ, ഞാൻ ഒരിക്കലും ആരുടെയും മുന്നിൽ കൈനീട്ടിയിട്ടില്ല. പക്ഷെ ഇന്ന് എൻ്റെ അച്ഛനെ രക്ഷിക്കണം. അവളുടെ കണ്ണിൽ നിന്ന് ആദ്യ കണ്ണുനീർത്തുള്ളി നിലത്തേക്ക് വീണു. ആശുപത്രിയുടെ പടിക്കെട്ടിൽ തല കുനിച്ചിരിക്കുകയായിരുന്നു മീര. കണ്ണുനീർ തുടച്ചെങ്കിലും മനസ്സിലെ ഭയം മാറിയില്ല. അച്ഛന്റെ ചികിത്സയ്ക്ക് വേണ്ട പണം അതെവിടെ നിന്ന് കണ്ടെത്തും? അപ്പോഴാണ് അവളുടെ ഫോൺ റിങ് ചെയ്തത്. സ്ക്രീനിൽ തെളിഞ്ഞ പേര് അമ്മ. ഹലോ അമ്മ. അപ്പുറത്തു നിന്ന് വിറയുന്ന ശബ്ദം. മോളെ, ഡോക്ടർ വീണ്ടും വന്നിരുന്നു. ഇന്ന് തന്നെ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറയുന്നു. മീര ഒരു നിമിഷം കണ്ണുകൾ അടച്ചു. അമ്മ, ഞാൻ എന്തെങ്കിലും വഴി കണ്ടെത്താം. നിങ്ങൾ വിഷമിക്കേണ്ട. കോൾ അവസാനിച്ചു. പക്ഷെ വഴി കണ്ടെത്താമെന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് ഒരു വഴിയും മുന്നിൽ കണ്ടില്ല. അതേസമയം ആശുപത്രിയുടെ VIP വിങ്ങിൽ നിന്ന് ആദിത്യ പുറത്തേക്ക് നടന്നു. മുഖത്ത് ചിന്തയുടെ നിഴൽ. അച്ഛന്റെ വാക്കുകൾ വീണ്ടും വീണ്ടും മനസ്സിൽ മുഴങ്ങുകയായിരുന്നു. എനിക്ക് നിന്റെ വിവാഹം കാണണം. പുറത്തെത്തിയപ്പോൾ സുഹൃത്ത് വിക്രം കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. എന്താടാ, അങ്കിളിന് എങ്ങനെയുണ്ട്? ഡോക്ടർ ചികിത്സ ചെയ്യുന്നുണ്ട്. പക്ഷെ അച്ഛൻ വേറെ ചികിത്സയാണ് ആവശ്യപ്പെടുന്നത്. വിക്രം ചിരിച്ചു. എന്ത് ചികിത്സ? ആദ്യത്തെ ഒരു ദീർഘനിശ്വാസം വിട്ടു. വിവാഹം. വിക്രത്തിന്റെ ചിരി മങ്ങി. അപ്പോൾ ഞാൻ വിവാഹം കഴിക്കില്ല, ഒരിക്കലുമില്ല. ആശുപത്രിക്ക് പുറത്തേക്കിറങ്ങിയ മീര ഓട്ടോ പിടിക്കാൻ ശ്രമിച്ചു. അപ്പോഴേക്കും ശക്തമായ മഴ പെയ്യാൻ തുടങ്ങി. ആളുകൾ ഓരോരുത്തരും ഓടി അഭയം തേടി. മീര ബസ് സ്റ്റോപ്പിലേക്ക് ഓടി. അവളുടെ കയ്യിലുണ്ടായിരുന്ന ഫയൽ നിലത്തേക്ക് വീണു. അതിൽ നിന്ന് മെഡിക്കൽ റിപ്പോർട്ടുകളും പരിശോധനാ രേഖകളും കാറ്റിൽ പറന്നു. അയ്യോ,
അവൾ ഓരോ പേപ്പറും എടുക്കാൻ ഓടി. അപ്പോഴാണ് ഒരു കൈ ഒരു റിപ്പോർട്ട് എടുത്ത് അവൾക്ക് നേരെ നീട്ടിയത്. മീര തല ഉയർത്തി. മുന്നിൽ ആദിത്യ. ഒരു നിമിഷം ഇരുവരുടെയും കണ്ണുകൾ തമ്മിൽ കൂട്ടിമുട്ടി. താങ്കളുടെ റിപ്പോർട്ട്, ശാന്തമായ ശബ്ദത്തിൽ ആദിത്യ പറഞ്ഞു. താങ്ക്സ്. മീര പേപ്പർ വാങ്ങി. മഴ കൂടുതൽ ശക്തമായി. ഒരേ ബസ് ഷെൽട്ടറിനടിയിൽ നിൽക്കേണ്ടി വന്നു. എന്നാൽ ആരുമൊന്നും സംസാരിച്ചില്ല. പരസ്പരം അപരിചിതർ. ഇനി അവരുടെ ജീവിതം എങ്ങനെ ഒന്നാകുമെന്ന് രണ്ടുപേർക്കും അറിയില്ല. ആ സമയത്ത് ആശുപത്രിയുടെ മറ്റൊരു ഭാഗത്ത് രാജശേഖരന്റെ പഴയ സുഹൃത്തും കുടുംബ അഭിഭാഷകനുമായ മാധവ് അകത്തേക്ക് നടന്നു. രാജശേഖർ അദ്ദേഹത്തെ കണ്ടപ്പോൾ ചെറിയൊരു പുഞ്ചിരി. മാധവ്, നീ മാത്രമാണ് ഇനി എന്നെ സഹായിക്കാൻ കഴിയുക. എന്താണ് രാജ? ആദ്യത്തെ ഒരിക്കലും വിവാഹത്തിന് സമ്മതിക്കില്ല. പക്ഷെ എന്റെ അവസാന ആഗ്രഹം അത് മാത്രമാണ്. മാധവ് കുറച്ചു നേരം ആലോചിച്ചു. ഒരു വഴിയുണ്ട്. രാജശേഖർ പ്രതീക്ഷയോടെ അദ്ദേഹത്തെ നോക്കി. മാധവ് ശാന്തമായി പറഞ്ഞു, ജീവിതകാലം മുഴുവനല്ല, 1 വർഷത്തെ കരാർ വിവാഹം. ആ വാക്കുകൾ കേട്ട് രാജശേഖർ ആലോചനയിൽ മുഴുകി. അതേ നിമിഷം മഴയിൽ നിൽക്കുന്ന മീരയെ ആശുപത്രി ജനാലയിലൂടെ മാധവ് കാണുന്നുണ്ടായിരുന്നു. അവളുടെ കയ്യിലെ മെഡിക്കൽ ഫയലും കണ്ണിലെ നിസ്സഹായതയും അദ്ദേഹത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. ആ പെൺകുട്ടി ആരാണ്? അദ്ദേഹം മനസ്സിൽ ചോദിച്ചു. ആ ചോദ്യത്തിന്റെ ഉത്തരം 2 കുടുംബങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പോവുകയായിരുന്നു. മഴ അല്പാൽപമായി കുറഞ്ഞു. ബസ് സ്റ്റോപ്പിൽ നിന്നിരുന്ന ആളുകൾ ഓരോരുത്തരായി യാത്ര തിരിച്ചു. മീര കയ്യിലുണ്ടായിരുന്ന മെഡിക്കൽ ഫയൽ നെഞ്ചോട് ചേർത്ത് റോഡിലേക്ക് നോക്കി നിന്നു. ഒരു ബസ് വന്ന് നിർത്തി. ആൾക്കൂട്ടത്തിനിടയിലൂടെ അവൾ ബസ് കയറി. ജനലരികിലെ സീറ്റിൽ ഇരുന്നപ്പോൾ അറിയാതെ അവളുടെ കണ്ണുകൾ ആശുപത്രിയുടെ ഗേറ്റിലേക്ക് തിരിഞ്ഞു. അതേ സമയത്ത് ആദിത്യ തന്റെ കാറിൽ കയറുകയായിരുന്നു. ഒരു നിമിഷം ഇരുവരുടെയും കണ്ണുകൾ വീണ്ടും തമ്മിലുടക്കി. പക്ഷെ ആ നോട്ടത്തിൽ പ്രണയമോ പരിചയമോ ഉണ്ടായിരുന്നില്ല. വെറും 2 അപരിചിതരുടെ വഴികൾ ഒരു നിമിഷം മുറിച്ചു കിടന്നത് മാത്രം. ബസ് മുന്നോട്ട് നീങ്ങി. ആദിത്യയുടെ കാർ മറുദിശയിലേക്ക് തിരിഞ്ഞു. വിധി മാത്രം നിശബ്ദമായി പുഞ്ചിരിച്ചു. ഇനി അധികം വൈകില്ല, നിങ്ങൾ വീണ്ടും കാണും. ആ രാത്രി മീരയുടെ വീട്ടിൽ അസാധാരണമായ നിശബ്ദത. അമ്മ സുധ അടുക്കളയിൽ ഇരുന്ന് കണക്ക് പുസ്തകം തുറന്നു വെച്ചിരുന്നു. വീട്ടുചെലവ്, കടം, മരുന്ന് എല്ലാം ചേർത്തപ്പോൾ സംഖ്യകൾ മാത്രം കൂടിക്കൊണ്ടിരുന്നു. മീര പതുക്കെ അടുത്തു വന്നു. അമ്മ, നമ്മുടെ വീട് വിറ്റാൽ എത്ര കിട്ടും? ആ ചോദ്യം കേട്ട് സുധ ഞെട്ടി. മോളെ, ഈ വീട് നിന്റെ അച്ഛൻ ഒരു ജീവിതം മുഴുവൻ കഷ്ടപ്പെട്ട് പണിതതാണ്. അത് വിൽക്കണ്ട. മീര ശാന്തമായി മറുപടി പറഞ്ഞു. അച്ഛനില്ലെങ്കിൽ ഈ വീട് കൊണ്ട് എന്തു ചെയ്യും അമ്മ? ആ വാക്കുകൾ കേട്ടപ്പോൾ സുധയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ മകളുടെ കൈ മുറുകെ പിടിച്ചു. എന്തായാലും നമുക്ക് അച്ഛനെ രക്ഷിക്കാം. അതേസമയം രാജൻ ഹൗസ്. വിപുലമായ ആ വീടിന്റെ ഡൈനിങ് ടേബിൾ ആദിത്യ ഒറ്റയ്ക്കിരിക്കുന്നു. മുന്നിൽ ഭക്ഷണം, പക്ഷെ വിശപ്പില്ല. ലക്ഷ്മി അടുത്ത് വന്നിരുന്നു. മോനെ, നിന്റെ അച്ഛൻ ഒരിക്കലും നിന്നോടൊന്നും നിർബന്ധിച്ചിട്ടില്ല. ഇപ്പോൾ ആദ്യമായാണ് ഒരാഗ്രഹം പറഞ്ഞത്. ആദിത്യ മിണ്ടിയില്ല. കുറച്ചു കഴിഞ്ഞ് ശാന്തമായി പറഞ്ഞു. അമ്മ, വിവാഹം എന്നത് 2 പേരുടെ ജീവിതമാണ്. അത് ഒരാളുടെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി ചെയ്യാൻ പറ്റില്ല. ലക്ഷ്മി ഒന്നും പറഞ്ഞില്ല. മകന്റെ വേദനയും ഭർത്താവിന്റെ ആഗ്രഹവും തമ്മിൽ പെട്ടു നിൽക്കുകയായിരുന്നു അവർ. മറുനാൾ രാവിലെ ആശുപത്രി. അഡ്വക്കേറ്റ് മാധവ് റിസപ്ഷനിലെത്തി. ഇന്നലെ അഡ്മിഷൻ എടുക്കാൻ വന്ന ഒരു രോഗിയുടെ ഫയൽ ഒന്ന് കാണാമോ? റിസപ്ഷനിസ്റ്റ് ചോദിച്ചു. പേരറിയാമോ സർ? ഇല്ല. അവളുടെ അച്ഛന്റെ പേര് ശിവദാസ് ആയിരിക്കാം. ഒരു നിമിഷങ്ങൾക്കകം ഫയൽ അദ്ദേഹത്തിന്റെ മുന്നിലെത്തി. ശിവദാസ് നായർ, ഹൃദയ ശസ്ത്രക്രിയ, അടിയന്തര ചികിത്സ, ആവശ്യമായ തുക 4,80,000. മാധവ് ഫയൽ അടച്ചു. ഇവിടെയാണ് നമ്മുടെ കഥ തുടങ്ങുന്നത്, അദ്ദേഹം സ്വയം പറഞ്ഞു. അതേസമയം മീര ആശുപത്രി ഇടനാഴിയിലൂടെ നടക്കുകയായിരുന്നു. ഡോക്ടർ പുറത്തേക്ക് വന്നു. മീര, ഇനി വൈകുന്നത് അപകടമാണ്. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ അഡ്വാൻസ് അടച്ചില്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ആ വാക്കുകൾ കേട്ട് മീരയുടെ കാലുകൾ തളർന്നു. അവൾ മതിലിൽ ചാരി നിന്നു. അപ്പോൾ പിന്നിൽ നിന്ന് ഒരു ശാന്തമായ ശബ്ദം. മീര. അവൾ തിരിഞ്ഞു നോക്കി. മുന്നിൽ കറുത്ത കോട്ടും ഫയലും കയ്യിൽ പിടിച്ചു നിൽക്കുന്ന അഡ്വക്കേറ്റ് മാധവ്. എനിക്ക് നിങ്ങളോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. മീര ആശയക്കുഴപ്പത്തോടെ അദ്ദേഹത്തെ നോക്കി. അവൾക്കറിയില്ലായിരുന്നു അടുത്ത ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ കേൾക്കാൻ പോകുന്ന വാക്കുകൾ അവളുടെ ജീവിതത്തിന്റെ ദിശ തന്നെ മാറ്റുമെന്ന്. ആശുപത്രിയുടെ ഇടനാഴിയിൽ സമയം പോലും പതുക്കെ നീങ്ങുന്നത് പോലെ തോന്നി. മീരയുടെ മുന്നിൽ നിന്നിരുന്ന അഡ്വക്കേറ്റ് മാധവ് സൗമ്യമായി പറഞ്ഞു. ഭയപ്പെടണ്ട മോളെ, ഞാൻ പറയാൻ പോകുന്നത് കേട്ടിട്ട് മാത്രം ഒരു തീരുമാനമെടുത്താൽ മതി. മീരയ്ക്ക് അദ്ദേഹത്തെ പരിചയമില്ല. സോറി, എനിക്ക് നിങ്ങളെ അറിയില്ല.
മാധവ് ചെറുതായി പുഞ്ചിരിച്ചു. അതെ, പക്ഷെ നിന്റെ അച്ഛന്റെ അവസ്ഥയെക്കുറിച്ച് എനിക്ക് നന്നായി അറിയാം. അതിനേക്കാൾ പ്രധാനമായി നിന്നെ സഹായിക്കാൻ കഴിയുന്ന ഒരു മാർഗവും എനിക്കറിയാം. മീരയുടെ കണ്ണുകളിൽ പ്രതീക്ഷയുടെ ചെറിയൊരു തിളക്കം തെളിഞ്ഞു. എന്തു മാർഗം? നമുക്ക് ക്യാൻറ്റീനിൽ പോയി സംസാരിക്കാം. ക്യാൻറ്റീനിന്റെ ഒരു മൂലയിൽ മേശയിൽ ഇരുവരും നേർക്കുനേറിയിരുന്നു. മാധവ് ഒരു ഫയൽ മേശപ്പുറത്ത് വെച്ചു. ഞാൻ അഡ്വക്കേറ്റ് മാധവ്, രാജൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ നിയമോപദേഷ്ടാവ്. മീര നിശബ്ദമായി കേട്ടു. നിങ്ങളുടെ അച്ഛന്റെ ശസ്ത്രക്രിയയ്ക്ക് വേണ്ട മുഴുവൻ ചെലവും ഒരാൾ ഏറ്റെടുക്കാൻ തയ്യാറാണ്. മീരയുടെ മുഖത്ത് സന്തോഷം തെളിഞ്ഞു. ശരിക്കുമോ? പക്ഷെ മാധവ് അടുത്ത വാചകം പറയുന്നതിന് മുൻപ് ഒരു നിമിഷം നിശബ്ദനായി. അതിനൊരു നിബന്ധനയുണ്ട്. മീരയുടെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞു. എന്ത് നിബന്ധന? മാധവ് ശാന്തമായി പറഞ്ഞു. 1 വർഷത്തേക്കൊരു വിവാഹം. ആ വാക്കുകൾ കേട്ടതും മീരയുടെ മുഖം വെളുത്തുപോയി. എന്താണ് നിങ്ങൾ പറഞ്ഞത്? 1 വർഷത്തെ കരാർ വിവാഹം? കസേരയിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന മീരയുടെ ശബ്ദം വിറച്ചു. മതി, എന്റെ അവസ്ഥ കണ്ടിട്ടും ആരും ഇങ്ങനെ അപമാനിക്കേണ്ട. അവൾ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. ഒരു നിമിഷം. മാധവിന്റെ ശബ്ദം വീണ്ടും കേട്ടു. നിന്നെ ആരും വാങ്ങാൻ ശ്രമിക്കുന്നില്ല. നിന്നെ ബഹുമാനിച്ചുകൊണ്ടാണ് ഈ നിർദ്ദേശം. മീര നിന്നു, പക്ഷെ തിരിഞ്ഞു നോക്കിയില്ല. ഇതൊരു സാധാരണ വിവാഹമല്ല. 1 വർഷത്തിന് ശേഷം നിയമപരമായി വേർപിരിയാം. നിനക്കിഷ്ടമില്ലെങ്കിൽ ഒരാളും നിന്നെ നിർബന്ധിക്കില്ല. ഈ 1 വർഷം നിന്റെ അച്ഛന്റെ ചികിത്സയും കുടുംബ ചെലവും നിന്റെ ഭാവിയും സുരക്ഷിതമാകും. മീര പതുക്കെ തിരിഞ്ഞു. അവളുടെ കണ്ണുകളിൽ ദേഷ്യവും വേദനയും നിറഞ്ഞിരുന്നു. പണത്തിനു വേണ്ടി ഞാൻ എന്റെ ജീവിതം വിൽക്കുമെന്ന് നിങ്ങൾ കരുതിയോ? മാധവ് ഉടനെ മറുപടി പറഞ്ഞില്ല. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ശാന്തമായി പറഞ്ഞു. അല്ല, നിന്റെ അച്ഛനെ രക്ഷിക്കാൻ നീ എന്തും ചെയ്യുമെന്ന് ഞാൻ കരുതി. ആ വാക്കുകൾ മീരയുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. മാധവ് തന്റെ ബാഗിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്തു. ഇതാണ് ആ യുവാവ്. മീര ഫോട്ടോ വാങ്ങി. അവൾ ഞെട്ടി. ഇന്നലെ ആശുപത്രിക്ക് മുന്നിൽ മഴയിൽ കണ്ട അതേ യുവാവ്, ആദിത്യരാജൻ. ഇയാളോ? അതെ. അദ്ദേഹത്തിന് ഈ വിവാഹം ഇഷ്ടമല്ല. നിനക്കും ഇഷ്ടമല്ല. പക്ഷെ 2 കുടുംബങ്ങൾക്കും ഇത് ജീവിതം മാറ്റുന്ന തീരുമാനമാക്കാം. അവൾ ഫോട്ടോയിലേക്ക് നോക്കി. പിന്നെ അച്ഛന്റെ മുറിയിലേക്ക്. 2 വഴികൾ. ഒന്ന് ആത്മാഭിമാനം, മറ്റൊന്ന് അച്ഛന്റെ ജീവൻ. ഏത് തിരഞ്ഞെടുക്കും? അവൾക്ക് ഉത്തരമില്ല. മാധവ് എഴുന്നേറ്റു. ഇന്ന് രാത്രി വരെ ആലോചിച്ചോളൂ. നാളെ രാവിലെ നിന്റെ തീരുമാനം മാത്രം പറഞ്ഞാൽ മതി. അദ്ദേഹം നടന്നുപോയി. മീര മാത്രം അവിടെയിരുന്നു. കയ്യിൽ ആദിത്യയുടെ ചിത്രം, മനസ്സിൽ 1000 ചോദ്യങ്ങൾ. ആശുപത്രി ഇടനാഴിയിൽ നിന്ന് അച്ഛന്റെ ചുമ കേട്ടപ്പോൾ അവളുടെ കണ്ണുകളിൽ വീണ്ടും കണ്ണുനീർ നിറഞ്ഞു. ഞാൻ എന്ത് ചെയ്യണം അച്ഛാ?